Write the algebraic expression for each of the sequences below. Sequence of odd numbers. നമുക്കറിയാം ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 3, 5, 7, 9 എക്സെട്ര ആണ്. സോ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഈസ് 1, 3, 5, 7, 9 എക്സെട്ര. ഇവിടെ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ x1 എന്ന് പറയുന്നത് 1 ആണ്. സെക്കൻഡ് ടേം അല്ലെങ്കിൽ x2 എന്ന് പറയുന്നത് 3 ആണ്. x3 എന്ന് പറയുന്നത് 5 ആണ്. x4 7 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് xn ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഒരു സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ആ സീക്വൻസിൻ്റെ n പൊസിഷനിലുള്ള ടേമാണ്, അല്ലെങ്കിൽ nth ടേമാണ്, അല്ലെങ്കിൽ xn ആണ് ആ സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ. സോ നമുക്ക് ഈ സീക്വൻസിൻ്റെ xn കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പൊസിഷനും ടേമും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാം. അതായത് x2വിൻ്റെ പൊസിഷൻ 2 ആണ്. സോ നമുക്ക് 3യെ 2വുമായി റിലേറ്റഡ് ആയിട്ട് എഴുതണം. 3 എന്ന് പറയുന്നത് 2 + 1 ആണ്. x3യുടെ പൊസിഷൻ 3 ആണ്. സോ നമുക്ക് 5നെ 3യുമായി റിലേറ്റഡ് ആയിട്ട് എഴുതണം. സോ നമുക്ക് 5നെ 3 + 2 എന്ന് എഴുതാം. x4ൻ്റെ പൊസിഷൻ 4 ആണ്. സോ നമുക്ക് 7നെ 4യുമായി റിലേറ്റഡ് ആയിട്ട് എഴുതണം. 7നെ നമുക്ക് 4 + 3 എന്ന് എഴുതാം. അതേപോലെ x1ൻ്റെ പൊസിഷൻ 1 ആണ്. സോ നമുക്ക് 1നെ 1യുമായി റിലേറ്റഡ് ആയിട്ട് എഴുതണം. ദാറ്റ് ഈസ് 1 + 0. ഇനി നമുക്ക് x1 എന്ന ടേം ഒന്ന് നോക്കാം. x1 എന്ന് പറയുന്നത് 1 + 0 ആണ്. 1 എന്ന് പറയുന്നത് പൊസിഷനാണ്. പൊസിഷൻ + 0, അതായത് പൊസിഷനിൽ നിന്നും 1 മൈനസ് ചെയ്തതാണ് 0. അതായത് 1ൽ നിന്നും 1 മൈനസ് ചെയ്തതാണ് 0. അതേപോലെ x2 എന്ന ടേം നോക്കുമ്പോൾ x2 2 + 1 ആണ്. അതായത് പൊസിഷൻ 2 പ്ലസ് പൊസിഷനിൽ നിന്നും 1 മൈനസ് ചെയ്തതാണ്. അതേപോലെ തന്നെ x3യിലും പൊസിഷൻ 3 ആണ്. സോ 3യും അതിൻ്റെ കൂടെ 1 മൈനസ് ചെയ്തതുമാണ് നമുക്ക് ആ ടേമായിട്ട് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ xn എന്ന് പറയുന്നത് n + n - 1 ആയിരിക്കും. ദാറ്റ് ഈസ് 2n - 1. So algebraic expression of sequence of odd numbers is 2n - 1. നമുക്ക് അടുത്ത സീക്വൻസ് നോക്കാം. Sequence of natural numbers which leaves remainder 1 on division by 3. അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ആൻസർ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ 11നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 11ൽ 2 ടൈംസ് ആണ് 5s ഉള്ളത്. 2, 5, 10 ആണ്. 11ൽ നിന്നും 10 മൈനസ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടും. ഇവിടെ 11 എന്ന് പറയുന്നത് 2 × 5 + 1 ആണ്. ഇതേപോലെ ഏത് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്താലും ഈ റൂള് ബാധകമാണ്. അതായത് ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു കോഷ്യൻ × ഡിവൈസർ + റിമൈൻഡർ. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ കാണാനാണ്. സോ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അപ്പോൾ റിമൈൻഡർ 1 വരുന്നു. ഇവിടെ കോഷ്യൻ്റ് ആണ് വരുന്നത്. അതായത് നമ്പർ ഈസ് ഈക്വൽ ടു കോഷ്യൻ്റ് × 3 + 1 ആയിരിക്കും. സോ നമുക്ക് കോഷ്യൻറ്റിന് ഡിഫറെൻറ്റ് വാല്യൂസ് ഇട്ട് കൊടുത്താൽ ആ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് കിട്ടും. സോ നമുക്ക് കോഷ്യൻറ്റിന് ഡിഫറെൻറ്റ് വാല്യൂസ് ഇട്ട് കൊടുക്കാം. 0, 1, 2 ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്പർ വരുന്നത് ആദ്യത്തെ കോഷ്യൻ്റ് 0 ആണ്. സോ നമ്പർ ഈസ് ഈക്വൽ ടു 0 × 3 + 1 ആയിരിക്കും. രണ്ടാമത്തെ കോഷ്യൻ്റ് 1 ആണ്. സോ നമ്പർ ഈസ് ഈക്വൽ ടു 1 × 3 + 1 ആയിരിക്കും. മൂന്നാമത്തെ കോഷ്യൻ്റ് 2 ആണ്. സോ നമ്പർ ഈസ് ഈക്വൽ ടു 2 × 3 + 1 ആയിരിക്കും. അതായത് ആദ്യത്തെ ടേം 0 × 3 + 1 ആണ്. അതായത് x1 എന്ന് പറയുന്നത് 0 × 3 + 1 ആണ്. രണ്ടാമത്തെ ടേം അതായത് x2 എന്ന് പറയുന്നത് 1 × 3 + 1 ആണ്. മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് അതായത് x3 ഈസ് ഈക്വൽ ടു 2 × 3 + 1 ആണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയ ടേംസൊക്കെ ഒന്ന് നോക്കാം. ഈ ടേംസിലൊക്കെ
ഇൻറ്റു 3യും പ്ലസ് 1ഉം ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് അവിടെ ചേഞ്ച് ഒന്നും വരുത്താനില്ല. 0, 1, 2 എന്ന് മാത്രമാണ് ഇവിടെ ചേഞ്ച് ഉള്ളത്. അതായത് xnലും ഇൻറ്റു 3യും പ്ലസ് 1ഉം ഉണ്ടായിരിക്കും. x2വിൻ്റെ പൊസിഷൻ 2 ആണ്. സോ നമുക്ക് 1നെ 2മായി റിലേറ്റഡ് ആയിട്ട് എഴുതണം. അതായത് 1നെ നമുക്ക് 2 മൈനസ് 1 എന്ന് എഴുതാം. x3യുടെ പൊസിഷൻ 3 ആണ്. സോ നമുക്ക് 2വിനെ 3യുമായി റിലേറ്റഡ് ആയിട്ട് എഴുതണം. അതായത് 2 എന്ന് പറയുന്നത് 3 മൈനസ് 1 ആണ്. x1ൻ്റെ പൊസിഷൻ 1 ആണ്. സോ നമുക്ക് 0യെ 1മായി റിലേറ്റഡ് ആയിട്ട് എഴുതണം. അതായത് 0 എന്ന് പറയുന്നത് 1 മൈനസ് 1 ആണ്. ഇപ്പോൾ നമുക്ക് എല്ലാ ടേംസും പൊസിഷനുമായി റിലേറ്റഡ് ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ xn എന്ന് പറയുന്നത് n-1 ഇൻറ്റു 3 പ്ലസ് 1 ആയിരിക്കും. അതായത് 3n മൈനസ് 3 പ്ലസ് 1 ദാറ്റ് ഈസ് 3n മൈനസ് 2. സോ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ദിസ് സീക്വൻസ് ഈസ് 3n മൈനസ് 2. അടുത്ത സീക്വൻസ് നോക്കാം. ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. നമുക്കറിയാം 1ൽ എൻഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 11, 21, 31 എക്സെട്രയാണ്. അതായത് x1 = 1 ആണ്, x2 = 11, x3 = 21, x4 = 31. x2വിൻ്റെ പൊസിഷൻ 2 ആണ്. സോ നമുക്ക് 11നെ 2വുമായി റിലേറ്റഡ് ആയിട്ട് എഴുതണം. അതായത് 11നെ നമുക്ക് 2 പ്ലസ് 9 എന്ന് എഴുതാം. x3യുടെ പൊസിഷൻ 3 ആണ്. സോ നമുക്ക് 21നെ 3യുമായി റിലേറ്റഡ് ആയിട്ട് എഴുതാം. 21നെ നമുക്ക് 3 പ്ലസ് 18 എന്ന് എഴുതാം. x4ൻ്റെ പൊസിഷൻ 4 ആണ്. സോ നമുക്ക് 31നെ 4യുമായി റിലേറ്റഡ് ആയിട്ട് എഴുതാം. 31നെ നമുക്ക് 4 പ്ലസ് 27 എന്ന് എഴുതാം. x1ൻ്റെ പൊസിഷൻ 1 ആണ്. സോ നമുക്ക് 1നെ 1യുമായി റിലേറ്റഡ് ആയിട്ട് എഴുതണം. സോ നമുക്ക് 1നെ 1 പ്ലസ് 0 എന്ന് എഴുതാം. ഇവിടെ 0, 9, 18, 27 എന്നൊക്കെ പറയുന്നത് 9ൻ്റെ മൾട്ടിപ്പിളാണ്. സോ നമുക്കിതിനെ 1 പ്ലസ് 0യെ നമുക്ക് 1 പ്ലസ് 0 ഇൻറ്റു 9 എന്ന് എഴുതാം. അടുത്ത ടേമിനെ 2 പ്ലസ് 9 ഇൻറ്റു 1 എന്ന് എഴുതാം. അടുത്ത ടേം 18 9 ഇൻറ്റു 2 ആണ്. സോ ഇത് 3 പ്ലസ് 9 ഇൻറ്റു 2 എന്ന് വരും. 27 എന്ന് പറയുന്നത് 9 ഇൻറ്റു 3 ആണ്. സോ ദിസ് ബിക്കം 4 പ്ലസ് 9 ഇൻറ്റു 3. ഇപ്പോൾ നമുക്ക് എല്ലാ ടേംസും പൊസിഷനുമായി റിലേറ്റഡ് ആയിട്ട് കിട്ടി. x2വിൻ്റെ പൊസിഷൻ 2 ആണ്. x2 എന്ന് പറയുന്നത് 2 പ്ലസ് 9 ഇൻറ്റു 1 ആണ്. 1 എന്ന് പറയുന്നത് 2വിൽ നിന്നും 1 കുറച്ചതാണ്. അതേപോലെ x3യുടെ പൊസിഷൻ 3 ആണ്. x3 എന്ന് പറയുന്നത് 3 പ്ലസ് 9 ഇൻറ്റു 2 ആണ് കിട്ടിയത്. പക്ഷേ 2 എന്ന് പറയുന്നത് 3യിൽ നിന്നും 1 മൈനസ് ചെയ്തതാണ്. അതേപോലെ x4ൻ്റെ പൊസിഷൻ 4 ആണ്. ഇവിടെ 3 എന്ന് പറയുന്നത് 4ൽ നിന്നും 1 മൈനസ് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ xn എന്ന് പറയുന്നത് n പ്ലസ് 9 ഇൻറ്റു n മൈനസ് 1 ആയിരിക്കും. അതായത് n പ്ലസ് 9n മൈനസ് 9 ദാറ്റ് ഈസ് 10n മൈനസ് 9. അടുത്ത സീക്വൻസ് നോക്കാം. ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 ഓർ 6. അതായത് 1ലും 6ലും അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കാണാനാണ്. നമുക്കറിയാം 1ലും 6ലും എൻഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 6, 11, 16 എക്സെട്രയാണ്. അതായത് ഫസ്റ്റ് ടേം അതായത് x1 എന്ന് പറയുന്നത് 1 ആണ്, x2 എന്ന് പറയുന്നത് 6 ആണ്, x3 = 11, x4 = 16. x1ൻ്റെ പൊസിഷൻ 1 ആണ്. സോ നമുക്ക് 1നെ 1ഉമായിട്ട് റിലേറ്റഡ് ആയിട്ട് എഴുതണം. ദാറ്റ് ഈസ് 1നെ നമുക്ക് 1 പ്ലസ് 0 എന്ന് എഴുതാം. x2വിൻ്റെ പൊസിഷൻ 2 ആണ്. സോ നമുക്ക് 6നെ 2മായി റിലേറ്റഡ് ആയിട്ട് എഴുതണം. 2നെ നമുക്ക് 2 പ്ലസ് 4 എന്ന് എഴുതാം. x3യുടെ പൊസിഷൻ 3 ആണ്. സോ നമുക്ക് 11നെ 3യുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എഴുതണം. 11നെ നമുക്ക് 3 പ്ലസ് 8 എന്ന് എഴുതാം. x4ൻ്റെ പൊസിഷൻ 4 ആണ്. സോ 16നെ നമുക്ക് 4യുമായി റിലേറ്റഡ് ആയിട്ട് എഴുതണം. സോ 16 = 4 പ്ലസ് 12 എന്ന് എഴുതാം. ഇവിടെ
0, 4, 8, 12 എന്നൊക്കെ പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ നമുക്ക് 0യെ നമുക്ക് 4 ഇൻറ്റു 0 എന്ന് എഴുതാം, 4നെ 4 ഇൻറ്റു 1 എന്ന് എഴുതാം, 8നെ 4 ഇൻറ്റു 2 എന്ന് എഴുതാം, 12നെ 4 ഇൻറ്റു 3 എന്നും എഴുതാം. ഇപ്പോൾ എല്ലാ ടേംസും പൊസിഷന് റിലേറ്റഡ് ആയിട്ട് കിട്ടി. അതായത് ഇവിടെ ടേം എന്ന് പറയുന്നത് പൊസിഷൻ പ്ലസ് 4 ഇൻറ്റു പൊസിഷൻ മൈനസ് 1 ആയിരിക്കും. സോ എക്സ് എൻ എന്ന് പറയുന്നത് n പ്ലസ് 4 ഇൻറ്റു n മൈനസ് 1 ആയിരിക്കും. ദാറ്റ് ഈസ് n പ്ലസ് 4n മൈനസ് 4, ദാറ്റ് ഈസ് 5n മൈനസ് 4.